ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടാണ് നമ്മുടെ ടീച്ചർമാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു രാജ്യത്തിൻ്റെ പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള കഴിവ് കൂടെ ഉണ്ടായിരിക്കണം. അവിടെ മതമോ ജാതിയോ കുട്ടികളുടെ കളറോ അവരുടെ പണമോ ഒന്നും നോക്കിയിട്ടല്ല കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടത്. ഒരു ടീച്ചറിന് കുട്ടിയോട് പാർഷ്വാലിറ്റി പാടില്ല, അല്ലെങ്കിൽ എല്ലാ കുട്ടികളെ ഒരുപോലെ കാണണം, എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ കാണണം, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. ഇതായിരിക്കണം ഒരു ടീച്ചർ. അല്ലാതെ കുട്ടികളുടെ മനസ്സിൽ ബാല്യത്തിലെ മതത്തിൻ്റെ വിത്ത് പാകി അവരെ വർഗീയതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗമായിരിക്കരുത് അധ്യാപികമാർ. ഈ ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളിലും ഇവർ പറയുന്ന ഒരു വിഭാഗം കുട്ടികൾ മാത്രമാണോ പഠിക്കുന്നത്? മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കരുത് എന്ന് പറയുന്ന ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ മറ്റു മതത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നില്ലേ? അപ്പോൾ അവരോടൊക്കെ ഈ ടീച്ചർ എന്ത് നീതിയാണ് പുലർത്തുന്നത്? ആ കുട്ടികളോട് ഈ ടീച്ചർ എന്ത് വേർതിരിവായിരിക്കും കാണിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും ഇതുപോലുള്ള ടീച്ചർമാരെയൊന്നും സ്കൂളുകളിൽ അവരൊരു അധ്യാപികയാണെന്ന് പറയാൻ പോലും അർഹതയോ യോഗ്യതയോ ഇല്ലാത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കേട്ടില്ലേ? ഇങ്ങനെയാണ് ഇവർ പാഠമെടുക്കുമ്പോഴും ഇങ്ങനെയായിരിക്കുമല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ മതസൗഹാർദ്ദം ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു വിഭാഗം 100-ൽ പകുതിയോളം ആൾക്കാരുടെ മനസ്സിലും ഇപ്പോഴും അവരവരുടെ മതങ്ങൾക്ക് വേണ്ടി തെല്ലടിക്കുന്ന ഒരു ത്വര ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. അതായത് അവനവൻ്റെ മതത്തിന് വേണ്ടി ഏറ്റുമുട്ടാനുള്ള ഒരു ത്വര ഇപ്പോഴും പകുതിയോളം ജനങ്ങളുടെ മനസ്സിലുണ്ടെന്ന് പല സംഭവങ്ങളിൽ ഒരു സംഭവമായിട്ടാണ് ഇതിനെ ഞാൻ കണക്കാക്കുന്നത്.